നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മക്കളെ വളർത്തുമ്പോ അന്തസ്സോടെ വളർത്തണം. ഞങ്ങൾ അവനെ അന്തസ്സോടെ തന്നെ വളർത്തിയത്. കാശിനെ ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളൂ. അഭിമാനം വിട്ട് ഞങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടില്ല. ഇതാണോ അഭിമാനം? പണ്ടോ സ്വത്തും കൊണ്ട് ജോലി ചെയ്തിരുന്ന വീട്ടിലെ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോകുന്നതാണോ നിങ്ങൾ അഭിമാനം? വീട്ടിലെ ഞാൻ ഒരുത്തനെ അങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് ഒരുത്തനും വിചാരിക്കണ്ട. എന്റെ മോനൊരു തെറ്റ് ചെയ്യില്ല, അവനതിന് സാധിക്കില്ല. എങ്കിൽ പറയണോ, ഋത്തികയും കൊണ്ട് എങ്ങോട്ടാണോ അവൻ പോയത്? പറയണോ. ദീപകേ, മതി. എങ്ങനെ നടക്കുന്ന? എന്തിനാ രാജുവിന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടത്? സത്യം എന്താന്ന് പറ മോളെ. ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നിന്നെയും കൊണ്ട് രാജു ഒളിച്ചോടിയെന്നാ. ഒളിച്ചോടിന്നോ? എന്നെയും കൊണ്ടോ? ആ, കഷ്ടം. എങ്കി അവനെ ഏൽപ്പിച്ചിരുന്ന സ്വർണ്ണ ആധാരമൊക്കെ എവിടെ? അതെവിടെ കൊണ്ട് ഒളിപ്പിച്ചു? അത് എന്റെ മോനെടുത്തെന്നാ ഇവര് പറയുന്നേ. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. തർക്കം വേണ്ട. എന്താ സംഭവിച്ചെന്ന് ഋതിക തന്നെ പറയട്ടെ. രാജു എന്റെ ഒപ്പം വന്നു എന്നുള്ളത് ശരിയാ. അത് നിങ്ങൾ കരുതുന്നത് പോലെയുള്ളൊരു വരവായിരുന്നില്ല. സാനിക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു എനിക്ക്. കൂടെ വരാമോന്ന് രാജുവിനോട് ചോദിച്ചു. രാജു വരാന്ന് പറഞ്ഞു. എന്നിട്ട് രാജു എവിടെ മോളെ? അതെ, അവനെവിടെ? ഞാൻ പോയി ഗിഫ്റ്റ് വാങ്ങി തിരിച്ചെത്തിയപ്പോ രാജു കാറിലുണ്ടായിരുന്നില്ല. എന്തോ തിരക്കിൽപ്പെട്ട് പോയതാണെന്ന് തോന്നുന്നു. കുറെ നേരം ഞാൻ കാത്തു. കാണാതായപ്പോ ഞാനിങ്ങി പോന്നു. ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദീപക് വിശ്വസിക്കണ്ട, പക്ഷെ ഞാൻ പറഞ്ഞതാ സത്യം. മോളെ, എന്റെ മോന്റെ ഫോണ് പോലും സ്വിച്ച് ഓഫാ. അവന് വല്ല അപകടം പറ്റുമെന്നാ എന്റെ പേടി. ഈശ്വര, അവനൊരാപത്തും വരാതിരുന്നാ മതിയായിരുന്നു. അവൻ ആഭരണവും ആധാരവും കൊണ്ട് മുങ്ങി. അങ്ങനെ കരുതുന്നതാവും നല്ലത്. മതി കുറ്റപ്പെടുത്തിയത്. രാജു ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരും വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല രാജു. അവൻ ഒരിക്കലും ആഭരണം കൊണ്ടുപോവില്ല. അതമ്മവന്റെ തോന്നലാണെങ്കിലോ? എന്നെ തിരുത്താൻ മാത്രം വളർന്നോ നീ? ഓരോരുത്തരെയും എനിക്കറിയാം. എങ്ങനെ എന്തൊക്കെ ആണെന്നും അറിയാം. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട. അത് നടക്കില്ല. പ്രത്യേകിച്ചും രാജുവിന്റെ കാര്യത്തിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.